ആകെ 144 പോലീസുകാരെയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു. സർ, നിങ്ങളെ കാര്യം വിട്ടുകളാ, രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇത്രയും കർക്കശമായ നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കാണാൻ കഴിയോ? കളങ്കിതരായ 144 പോലീസുകാരെ പിരിച്ചുവിട്ടെന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദം പൊളിയുന്നു. നടപടി നേരിട്ടവർ സേനയിൽ തിരിച്ചെത്തിയതിന് തെളിവായി അഭിലാഷ് ഡേവിഡിന്റെ പുനർനിയമനം. 2023 പുറത്താക്കിയത് മാഫിയ ബന്ധത്തിനും കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിനും. പിരിച്ചുവിട്ടിട്ടില്ലെന്നും സസ്പെൻഷനിലായിരുന്നുവെന്നും അഭിലാഷ് ഡേവിഡ്. ശബരിമല സ്വർണ്ണക്കൊളയിൽ ദേവസ്വം ബോർഡ് മുൻ ഓഫീസർ മുരാരി ബാബു അറസ്റ്റിൽ. പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ രാത്രി. കേസിൽ അറസ്റ്റിലാകുന്ന രണ്ടാമത്തെ ആൾ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിമത ശല്യം ഒഴിവാക്കാൻ പുതിയ തന്ത്രവുമായി എറണാകുളം DCC. വിമത വെല്ലുവിളി ഉയർത്തുന്നവർക്ക് കൌൺസിലിംഗ് നൽകും. അച്ചടക്ക നടപടി കൊണ്ട് കാര്യമില്ലെന്ന് നേതൃത്വം. 3 ടേം വ്യവസ്ഥ ഇളവ് നൽകാനുള്ള ലീഗ് നീക്കത്തിൽ യൂത്ത് ലീഗിന് പ്രതിഷേധം. യുവാക്കളുടെ അവസരം ഇല്ലാതാക്കുമെന്ന ആശങ്ക നേതൃത്വത്തെ അറിയിക്കും. കലുങ്ക് സംവാദത്തിനിടെ വി ശിവൻകുട്ടിയെ പരിഹസിച്ച് സുരേഷ് ഗോപി. വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി എന്ന് പരിഹാസം. നല്ല വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ. വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ. മൊട്ടുസൂചിയുടെ പോലും ഉപകാരമില്ലാത്ത കലുങ്ക് തമ്പ്രാനെന്ന് തിരിച്ചടിച്ച ശിവൻകുട്ടി. നാക്കടുത്ത കള്ളത്തരം പറയുന്ന മുൻപ് പറയുന്ന പോലെ അയാൾ വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും കള്ളത്തരം പറയാനും വേണ്ടി മാത്രമാണ്. പുതുശ്ശേരിയിൽ കള്ളവണ്ടി രജിസ്റ്റർ ചെയ്ത് സർക്കാരിന്റെ ടാക്സ് വെട്ടിച്ച വേറെ ആരെങ്കിലും ഉണ്ടോ കേരളത്തിൽ? ഇന്ത്യയിൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും.